വി ഡി സതീശന്റെ മംഗളൂരു യാത്രയിൽ ചോദ്യങ്ങളുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ. BJPയുടെ ഉയർന്ന നേതാക്കളുമായുള്ള കൂടിയാലോചനകൾക്കായാണോ പോയതെന്ന് ആക്ഷേപമുണ്ട്. സതീശന്റെ ഈ യാത്രയെക്കുറിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. രത്തൻ യു ഖേൽക്കറിന്റെ നിയമനത്തിൽ ദുരൂഹതയെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായപ്പോൾ മംഗലാപുരത്തേക്കൊരു യാത്ര നടത്തിയിരുന്നു. അത് BJPയുടെ ഉയർന്ന നേതൃത്വവുമായി കൂടിയാലോചന നടത്തുന്നതിന് വേണ്ടിയാണ് പോയത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള സൂചനകളുണ്ടെന്നും എല്ലാമുള്ള പ്രശ്നങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. പക്ഷേ അത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകാൻ കോൺഗ്രസിൻ്റെ നേതൃത്വമോ VD സതീശനോ ഇതുവരെയും തയ്യാറായിരുന്നില്ല. ഇപ്പോഴുള്ള ഈ പുതിയ നിയമന രത്തൻ യു ഖേൽക്കർ ഇവരുടെ ഈ പുതിയ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ വന്നപ്പോഴും ഈ പ്രശ്നം വളരെ ഗൗരവമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിയമനം അങ്ങേയറ്റം ദുരൂഹത ഉയർത്തുന്നതാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കാനുള്ളത്. രത്തൻ യു ഖേൽക്കറുടെ നിയമനത്തോടെ BJP UDF ഡീൽ ഉണ്ടോ എന്ന വിവരം ഉടൻ പുറത്തു വരുമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പുറത്തു വന്നു. നിയമനത്തിൽ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി മാത്രമാണ്. KC വേണുഗോപാലിന് പോലും കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നില്ല എന്നും MV ഗോവിന്ദനും പറഞ്ഞു. പതിനായിരക്കണക്കിന് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വക്താവാണ് യഥാർത്ഥത്തിൽ ഖേൽക്കർ. അദ്ദേഹത്തിനെതിരായി അതിശക്തിയായിട്ടുള്ള ആക്ഷേപമാണ് കേരളത്തിലുടനീളം ജനങ്ങളിൽ ഉയർന്നു വന്നത്. രാഹുൽ ഗാന്ധിയാണ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. KC വേണുഗോപാലിന് കേരളത്തെപ്പറ്റി പറയാൻ പറ്റുന്നില്ല. ഒരു ഇരട്ടത്തപ്പ് നയമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി പുറത്തു വരും. കാരണം കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അവർ തന്നെ കൃത്യമായിട്ട് ശക്തിയായ രീതിയിൽ ന്യായീകരിക്കാനോ എതിർക്കാനോ തയ്യാറാവുന്നില്ല. ശരത്ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശരത്ലാൽ, ഇന്ന് നിയമനം പ്രാബല്യത്തിൽ വരികയാണ്. അദ്ദേഹം ഇന്ന് ചുമതലയേൽക്കും. ആ പശ്ചാത്തലത്തിൽ വലിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചുമതലയേൽക്കൽ കൂടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇതിന്റെ ഭാഗമായ ഒരു ഔദ്യോഗിക വിശദീകരണമോ മറ്റ് നേരത്തെ തന്നെ സണ്ണി ജോസഫൊക്കെ നൽകിയിരുന്നു. അദ്ദേഹം ഭയങ്കര എഫിഷ്യൻ്റായ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനം എന്ന രീതിയിലാണ് പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആരുടെ ഭാഗത്തു നിന്നും ഇതിൻ്റെ ഭാഗമായി ഒരു വരി വിശദീകരണം പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ BJP കോൺഗ്രസ് ഡീൽ എന്നടക്കമാണ് നിലവിൽ ആരോപിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക ഇതിൽ ലെറ്റർപാഡിലൊക്കെ BJP സീലടക്കം വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു ആരോപണം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഔദ്യോഗിക വിശദീകരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നുമുണ്ട്. നിലവിൽ എന്താണ് വിവരങ്ങൾ? ശ്യാമിലി, ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറ്റിയിരിക്കുകയാണ് CPM അതുപോലെ തന്നെ BJP. നേരത്തെ BJPയുടെ വക്താവ് തന്നെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിനുശേഷമാണ് CPM സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ LDF കൺവീനറും കേരള ഹൗസിൽ വെച്ച ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയത്. ഇതിൽ വളരെ വ്യക്തമായി തന്നെ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട്, ഇത് BJP ഡീലാണ്. കാരണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും അടുത്ത ആളാണ് രത്തൻ. അതുകൊണ്ട് തന്നെ ഇത് BJPയുടെ ഡീലാണ്. അതിൽ ഒരു പടി പോലും കടന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം മംഗളൂരു യാത്രയുമായിട്ട് ബന്ധപ്പെടുത്തി VD സതീശൻ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതായിരിക്കുമ്പോൾ മംഗലാപുരം യാത്ര നടത്തിയിരുന്നു. ആ ദുരൂഹ യാത്രയുടെ കാര്യങ്ങളും അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, അതിൽ നിന്നുണ്ട ഉരുത്തിരിഞ്ഞൊരു സംഭവമാണ് ഇതെന്നാണ് ഈ നിയമനം എന്നാണ് TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്യാമിലി, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വിഷയമായി ഇത് ഉയർത്തിക്കൊണ്ടുവരാണ് LDFും CPM തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന ആളുകൾ ഈ തരത്തിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള സൂചന തന്നെയാണ് TP രാമകൃഷ്ണനും ഗോവിന്ദ മാസ്റ്ററും നൽകുന്നത്. ശ്യാമിലി.